കുഞ്ഞിച്ചു മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ എപ്പിസോഡ് 8 മലയാളം മംഗ എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് ഗൈസ്. പ്ലീസ് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ തുറക്കാൻ നേരത്ത് ഒരു ബീസ്റ്റ് വിൽ എന്ന് പറയുന്നത് അതിന്റെ യൂസിന് യുണീക്ക് ആയുള്ള പവർഫുൾ ആയുള്ള മാജിക് സമ്മാനിക്കുന്നതാണ്. പക്ഷെ അതിനായിട്ട് ഒരു ബീസ്റ്റിന് അവന്റെ വില്ലിന്റെ അകത്തൂടെ കയറി ചെല്ലണമെന്നുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബീസ്റ്റ് കോളിൻ്റെ ആ വില്ല് നമ്മൾ എടുക്കണം. പക്ഷെ ഒരേ സമയത്ത് രണ്ട് ബീസ്റ്റിനെ ഇന്റർഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമോ? എന്തായാലും ഒന്ന് നോക്കിക്കളയാന്നും പറഞ്ഞുകൊണ്ട് ആർത്തറിനെ ആ ഒരു സ്ഥാനത്ത് പിടിക്കുന്നുണ്ട്. കാര്യം ഇവന് ഓൾറെഡി ഒരു ബീസ്റ്റ് വില്ലുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് വില്ലും കൂടെ അബ്സോർവ് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഇവനായിട്ട് ആ ഒരു എൽഡർ വുഡ് ഗാർഡിയൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ഗാർഡിയൻ നമ്മുടെ ആർത്തൻ്റെ ശരീരത്തെ അകത്തേക്ക് കയറാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് തടയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. അതായത് ആ ഒരു എൽഡർ വുഡ് ഗാർഡിയൻ ശരിക്കും ഞെട്ടിയത്. അവൻ നോക്കാൻ നേരത്ത് ആർത്തൻ്റെ ചുറ്റും ഡ്രാഗന്റെ ഒരു വില്ല് തന്നെ ഉണ്ടായിരുന്നു. അതായത് ആർത്തനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അത് ആ ഒരു എൽഡർ വുഡ് ഗാർഡിനെ അറ്റാക്ക് ചെയ്യും. ആർത്തറായിട്ട് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു സാധനം താഴത്തേക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ആർത്തൻ്റെ ഡ്രാഗൻ ആ ഒരു ബീസ്റ്റിനെ ഫുള്ളി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞത്. ഈ സമയത്ത് അവൻ ആ ഒരു ക്രിസ്റ്റൽ എടുക്കാൻ നേരത്ത് ആലോചിക്കുന്നുണ്ട്, അല്ല അതെന്തായാലും പിന്നെന്തിനാണ് അച്ഛനത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം ഓർത്തത്. അതായത് ഒരു ബീസ്റ്റ് എലമെന്റും ആ ഒരു മേജിന്റെ എലമെന്റും എക്സാക്ട്ലി സെയിം ആണെങ്കിൽ മാത്രമേ ആ ഒരു ബീസ്റ്റിന്റെ വില്ല് അവന് കൈക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. അത് ഇവൻ ഇപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ട് തന്നെ ആ തന്നെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റിയ ഒരാളെ എനിക്ക് അറിയാവുന്നതാണ്. എന്നാലും അവളിപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ആർത്തറും എജിനും അതുപോലെ വിൻസനും ഉണ്ടായിരുന്നു. എജിനായിട്ട് പറയുന്നുണ്ട്, എടാ എനിക്ക് കുറച്ച് കടയിൽ കയറാനുണ്ട്, സോ ഞാൻ അവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് പറയും. ഈ ടൈമിൽ ആർത്തർ പറഞ്ഞു, എങ്കിൽ സിൽവി നീ എന്തായാലും എജിൻ്റെ കൂടെ പോയി, ഞാൻ എന്തായാലും ഗിഡിയോനെ കണ്ടിട്ട് വരാം. സത്യം പറഞ്ഞാൽ അവർ ഗിഡിയോനെ കാണാനാണ് അങ്ങനെ വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഗിഡിയോൻ്റെ ആ ഒരു പ്ലേസിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ ആ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അത് മുഴുവൻ അലമ്പായി കിടക്കുകയാണ്. ഭയങ്കര മണവും വൃത്തിയുടെ മണവും അലങ്കോലായി കിടക്കുകയാണ്. പെട്ടെന്നാണ് അവൻ ചാടി എണീറ്റ് വന്നത്. ഹൈമസ്, നിന്നോട് പറഞ്ഞല്ലേ ആരും ഞാൻ അവിടെ കയറ്റിവിടില്ലെന്ന്. അപ്പോഴാണ് വിൻസെന്റിനെ അവൻ കണ്ടത്. ഓ വിൻസെന്റ്, നീയായിരുന്നോ? ആ കയറി വാ. ആൾക്കാരെ കണ്ട് വട്ടെടുത്ത് നിൽക്കുമെന്ന്. റോയൽ ഫാമിലിയിൽ നിന്നാണെങ്കിൽ ഇഷ്ടം പോലെ മെസ്സേജസും വരാറുണ്ട് അവർക്ക് ട്രാവൽ ചെയ്യണമെന്ന്, അതും ഓഷ്യനിലൂടെ. ആ സമയത്ത് ആർത്തർ ഇത് കേൾക്കാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അവൻ ചോദിക്കുന്നുണ്ട്, അതെന്താണ് ട്രാവൽ ചെയ്യണം, അതും ഓഷ്യനിലൂടെ? വിൻസിനും എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഈ ടൈമിൽ ഗിഡിയൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇതേതാണ് ഈ കൊച്ചു കുരിപ്പ്? മിസ്റ്റർ ഗിഡിയൻ, ഞാനാണ് ആർത്തർ ലെവൈൻ. ഞാൻ എന്തായാലും അങ്കിൾ വിൻസിന്റെ ഭാഗത്ത് നിന്ന് താങ്കളെ പറ്റി കുറേയധികം കേട്ടിട്ടുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വിൻസാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ശിഷ്യന്മാരൊന്നും എടുക്കത്തില്ലെന്ന്. ശിഷ്യന്മാരൊന്നും എടുക്കാനില്ല, അവനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ എന്തായാലും ഒരു ഓഫറുമായിട്ടാണ് വന്നത്. എന്തായാലും നിങ്ങളിപ്പോൾ നോക്കുന്നത് കടലിൽ കൂടെ ലോങ് ഡിസ്റ്റൻസിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാനത് ചെയ്ത് തന്നെ കാണിച്ചു തരാം. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് അവനോട് ഇതിൻ്റെ പേപ്പർ എടുത്ത് എന്തൊക്കെ കുത്തിക്കുറിയുന്നുണ്ട്. ഈ സമയത്തായിട്ട് ഗിഡിയോനായിട്ട് വന്ന് പറയുന്നുണ്ട്, നിനക്കിതിനെ പറ്റി വല്ല അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ആർ തന്നെ കളിയാക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൻ അത് കണ്ട് ഞെട്ടിയത്. കാര്യം അവനെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇത് നീ എങ്ങനെയാണ് ചെയ്തത്? ഇത് മാനെ കൊണ്ടല്ല, പകരം സ്റ്റീം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണല്ലോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഹാപ്പിയാണ്. പക്ഷേ അതല്ല, നമ്മുടെ നെഗോഷിയേഷൻ ഓവർ ആയതിനു ശേഷം മാത്രം. സോ നീ വെറും ഒരു കൊച്ചു കുരിപ്പല്ലേ? എന്തായാലും ഹൈമസ് നീ അത് എടുത്തോണ്ട് പോവാ. ആ സമയത്ത് അവനൊരു പെട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്തായിട്ട് ഒരു ജെം സ്റ്റോണും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ആർത്തർ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഈ കോണ്ടിനെന്റിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയുള്ള ഒരു മാന സ്റ്റോൺ ആണ്. ഇതിന് 5 തവണ കൂടുതൽ ഒരു മാന സ്റ്റോണിനെക്കാട്ടും മാന സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ടൈമിൽ അവൻ പറയുന്നുണ്ട്, എന്തായാലും ഇതൊന്നും എനിക്ക് വേണ്ട. അടുത്ത സെക്കൻഡ് തന്നെ അവൻ കുറച്ചധികം സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നമ്മുടെ ആർ തന്നെ ഇഷ്ടപ്പെടുത്തില്ല. അങ്ങനെ ഗിഡിയൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വാല്യുബിളുള്ള ഐറ്റംസും നമ്മുടെ ആർ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ ആർ തന്നെ വേണ്ടെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അവസാനം ഒരു വഴിയില്ലാതെ അവൻ പറയുന്നുണ്ട്, ഹൈമസ് എന്തായാലും ആ പെൻഡൻസ് എടുത്തുകൊണ്ട് പോവാ. പക്ഷേ മാസ്റ്റർ അത് ഞാൻ പറഞ്ഞില്ല കൊണ്ടുവരാൻ. അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരൻ അത് പോയി ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതൊരു പെട്ടിയായിരുന്നു. പ്രത്യേകിച്ച് 2 പെട്ടിയുണ്ടായിരുന്നു. അതിനകത്ത് 2 മാലകളും കാണാം. അത് കാണുന്നത് തന്നെ കുറച്ചധികം വാല്യുബിൾ ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഈ പെൻഡൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തതാണ്. അത് റോയൽ ഫാമിലിക്ക് വേണ്ടി മാത്രം. ആ ടൈമിലായിട്ട് ആർത്തർ അതെടുത്ത് കയ്യിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, സോ ഇതൊരു ഫീനിക്സ് വേംസ് ആണല്ലേ? പിന്നെ അല്ലാതെ അല്ല അത് നിനക്ക് എങ്ങനെ അറിയാം? ഈ സമയത്ത് വിൻസെന്റ് ചോദിക്കുന്നുണ്ട്,
അല്ല ഫീനിക്സ് ഫെയിംസോ അതെന്താണ്? അത് റെയർ ആയുള്ള ഒരു ക്ലാസ് മാനബിസ്റ്റാണ്. അവർ ഡ്രാഗൺസിനെ പോലെ തന്നെ അത്രത്തോളം റെയർ ആണ്. അതുമാത്രമല്ല അവർക്ക് യുണീക്ക് ആയുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അവരുടെ ലൈഫ്സ് തന്നെ പ്രിസർവ് ചെയ്യാൻ സാധിക്കും. സോ നീ ആ ഒരു എബിലിറ്റി ഈ പെൻഡൻ്റെ അകത്ത് എങ്ങനെയോ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചല്ലേ, പിന്നല്ലാതെ അത് തന്നെയും ചെയ്ത്. ഒരു ഫീനിക്സ് ഫെയിം പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് എപ്പോഴും അങ്ങനെ ഡേഞ്ചറിലാണെങ്കിൽ ഈ ഒരു പെൻഡൻ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ല് പോലെ സംഭവം ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു ആർട്ടിഫാക്ട് മെയിനായിട്ട് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു യൂസറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മാന ഫുള്ളി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയി കഴിയാൻ നേരത്ത് ഈ പെൻഡൻ്റെ അതുള്ള മാന അവർക്ക് പോവുകയും അത് വീണ്ടും നോർമലായി മാറുകയും ചെയ്യും. ഒരു ഫീലിക്സ് സ്വയം ചെയ്യുന്നത് പോലെ തന്നെ. അല്ല അതപ്പോൾ എത്ര തവണ ചെയ്യാൻ സാധിക്കും? അത് കുറച്ച് പറയാൻ പാടാണ്. ഞാൻ ഓൾറെഡി 5 എണ്ണം വേസ്റ്റ് ചെയ്തു. അത് ഈച്ചും ഒരു ക്ലാസ് സ്കോറിൻ്റെ അത്രയും തന്നെ വാല്യുബിൾ ആയിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇത് മിനിമം 2 തവണയെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വലിക്കും ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. അല്ല നീ നേരത്തെ പറഞ്ഞത് ഇത് റോയൽ ഫാമിലിക്ക് വേണ്ടിയുള്ളതെന്നല്ലേ? അത് റോയൽ ഫാമിലിക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഐഡിയ ആയിരുന്നു. പക്ഷേ അതല്ലല്ലോ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിൻ്റെ ഐഡിയയാണ്. ആ ഐഡിയയാണ് എനിക്ക് വേണ്ടത്. സോ നീ പറ, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ എൻ്റെ അനിയത്തിക്ക് ഒരു ഗിഫ്റ്റ് നോക്കി വന്നതാണ്. അതപ്പം തന്നെ കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായും ചെയ്ത്. അത് കഴിയുമ്പോൾ ആർത്തർ സൈഡിൽ പോയിന്നുണ്ട് പറയുന്നുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഞാൻ ചെയ്തു തന്നെ ഈ ഒരു സഹായം എന്തിനു വേണ്ടിയാണ് ചെയ്യണമെന്ന് അറിയാനുള്ള ഒരിത് എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്ന് പറയുമോ? അത് നെസസറി ആണോ? അത് പറയേണ്ട കാര്യമുണ്ടോ? നിനക്ക് ആ പെൻഡൻസ് കിട്ടിയ പോലെ. ആ ടൈമിൽ തന്നെ ആർത്തറായിട്ട് ആ ഒരു ബ്ലൂ പ്രിന്റ് കത്തിക്കാൻ പോകും. ആ സമയത്ത് ഗിഡിയൻ ഒരു കാര്യം മനസ്സിലായി, അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് ലിറ്ററലി ഒരു ഡീവൻ തന്നെയാണ്. അങ്ങനെ ഒരു വഴിയില്ലാതെ അവൻ ആ കാര്യം പറയാൻ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറച്ചധികം തെളിവുകൾ കിട്ടി. എൻ്റെ അതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളൊരു കാര്യം അസ്യൂം ചെയ്തെന്നല്ല, ഞങ്ങളൊരു കാര്യം കണ്ടെത്തി. ഇവിടെ ഈ ഒരു വലിയൊരു കോണ്ടിനെൻ്റ് ആയ ഡിക്കാത്തൻ അല്ലാതെ മറ്റൊരു ബിഗ്ഗസ്റ്റ് കോണ്ടിനെൻ്റ് കൂടിയുണ്ട്. ഇത് കേട്ടപ്പോൾ ആർത്തറും ഒന്ന് ഞെട്ടി. മറ്റൊരു കോണ്ടിനെൻറ്റോ? അപ്പോൾ അത് ശരിയാണെന്ന് നമ്മുടെ വിൻസെൻ്റ് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ താങ്കൾക്കിതറിയാവോ? അയ്യോ അങ്ങനെയല്ല, റോയൽ ഫാമിലി എന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടതാണ്. സോ ഇത്ര നാൾ വലിയ കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗിഡിയനും പറഞ്ഞപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അതെന്തായാലും സത്യമാണ്. കുറച്ചു നേരം അവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ് ഒരു കോണ്ടിനെൻ്റ് ഉണ്ടെന്ന്? നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യാൻ സാധിച്ചോ? പിന്നെ അല്ലാതെ ഒരു സയൻറ്റിസ്റ്റ് ഒരു എവിഡൻസ് ഇല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചിട്ട് ആർത്തൻ്റെ നേരെ ചൂടാകുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ കസേരയിൽ പോയി ഇരുന്നിട്ട് പറയുകയും ചെയ്യും, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടിയേ, ഒരു ആർട്ടിഫാക്ട് കിട്ടി. അതായത് ഒരു ബേ ലൈക്ക് മാനബിസിനെ മേത്തുന്നതായിരുന്നു. അത് ഇതുവരെ ഡിക്കാത്തനിൽ കാണാത്ത ഒരു ടൈപ്പ് മാനബിസ് കൂടിയായിരുന്നു. അതിന് പറക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്യാമഫ്ലേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരേ സമയത്ത് ക്യാമഫ്ലേജും അതേപോലെ പറക്കാൻ സാധിക്കുന്ന ഒരു മാനബിസ്റ്റോ? അല്ല നിങ്ങൾ എങ്ങനെയാണ് അതിനെ പിടിച്ചത്? എങ്ങനെ പിടിച്ചെന്നോ? അത് വളരെ സിമ്പിളല്ലേ, ലക്കെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പ്യുവർ ലക്കിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അതിനെ പിടിക്കാൻ സാധിച്ചത്. ആൻഡ് കുറച്ച് നാൾക്ക് ശേഷമാണ് അതെന്തുവാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത്. ആ സമയത്ത് ആർത്തർ ചോദിക്കുന്നുണ്ട്, എന്തുവാണ് ആ ആർട്ടിഫാക്ട് ചെയ്തത്? അപ്പം പറഞ്ഞു ചെയ്ത് ഈ ഒരു സംഭവം റോയൽ ഫാമിലിക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കത്തിച്ചു കളയല്ല, റോയൽ ഫാമിലി മാത്രം അതറിഞ്ഞോട്ടെ. അപ്പോൾ ഗിഡിയൻ മറ്റൊരു വഴിയില്ലാതെ പറയുന്നുണ്ട്, അതിന് ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു, അതിന് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ, സംഭവം വരുന്നില്ല, അതൊരു ക്യാമറയായിരുന്നു. ആ ടൈമിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സോ അതെല്ലാം പ്രൂവ് ചെയ്തല്ലേ? അല്ല എനിക്ക് മനസ്സിലായില്ല, ഇപ്പം എന്ത് പ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്? മറ്റൊരു കോണ്ടിനെൻ്റ് ഉണ്ടെന്നല്ലേ അവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്? അതെങ്ങനെ നിനക്കറിഞ്ഞൂടെ? ലൈക്ക് ഈ ഡിക്കാത്തനിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനാണ് ഈ ഇരിക്കുന്ന ഗിഡിയൻ. സോ ഗിഡിയൻ കണ്ടുപിടിക്കാതായിട്ട് മറ്റൊന്നും തന്നെയില്ല. അതെന്തായാലും അങ്ങനത്തെ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അത് മറ്റാരോ കണ്ടുപിടിച്ചതാണ്, അതും ഈ ഒരു ഡിക്കാത്തൻ അല്ലാത്തേ. ചുരുക്കം പറഞ്ഞാൽ ഇവൻ ഇത്രയുള്ളല്ലേ. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, പിന്നെ അവൻ പറഞ്ഞത് എന്തുകൊണ്ട് ശരിയാണ്, നീ വേണമെങ്കിൽ ഈ കോണ്ടിനെന്റിലെ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യലിനെ കൊണ്ടുപോയി നോക്ക്, അവൻ എൻ്റെ ഫ്രണ്ട് തല കുത്തി നിൽക്കും. കാര്യം അത്രത്തോളം വലിയൊരാളാണ് ഞാനെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. സമ്മതിച്ച് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു ആർട്ടിഫാക്റ്റിൻ്റെ ഉള്ളിൽ 3 കിങ്ഡംസിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. സോ അതങ്ങനെയാണല്ലേ? എന്തെങ്ങനെയാണെന്ന് നിനക്കിപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. നമ്മളെക്കാളും പവർഫുൾ ആയുള്ള, നമ്മളെക്കാളും ഹൈലി അഡ്വാൻസ് ആയുള്ള മറ്റാരൊക്കെ ഇപ്പോഴും ഇവിടെ ജീവനോട് ഇരിപ്പുണ്ട്, അവരെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായി, ഒന്ന് മാറി നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് നേരെ അവൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് ആർത്തറായിട്ട് അവിടെയുള്ള പെയിൻ എടുത്തിട്ട് പറയും ചെയ്യും, എനിക്കറിയാം കുറേ അധികം പോസിബിലിറ്റീസ് ഉണ്ടെന്ന്, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാനീ വരച്ച ഈ ഒരു സ്റ്റീം എഞ്ചിനും കൊണ്ട് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു പുതിയൊരു കോണ്ടിനെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും ഞാൻ കുറച്ചധികം വർഷങ്ങളായി ഗിഡിയോനെ ഇത്രയധികം എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ട്, അങ്ങനെയാണോ? ആ ടൈമിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ എന്നോട് പറഞ്ഞത് നിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഇൻജീനിയസ് ആയിട്ടാണ്. അവൻ ഒരിക്കലും ഇതേപോലെ പോസിബിലിറ്റി പിന്നെ ആലോചിച്ചിട്ട് പോലും ഇല്ല. നിന്റെ പാരൻസിന് നിന്റെ എത്രയധികം കേപ്പബിലിറ്റിനെ പറ്റി ഒരു ഐഡിയ പോലും ഇല്ല. ഞാനെങ്ങാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് കാറുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം, എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ അറിവുകൾ വെച്ചുകൊണ്ട് എനിക്കിവിടെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഒരു പുതിയൊരു കോണ്ടിനെൻ്റ് ഉണ്ടെന്ന് പറയാൻ നേരത്ത് എനിക്ക് ശരിക്കും ഹാപ്പി ആയിട്ടുണ്ട്. കാര്യം ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണല്ലേ. ഈ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ സിൽവി പറയുന്നുണ്ട്, പപ്പ അവൻ എന്തായാലും അവിടേക്ക് വരുന്നുണ്ട്. ഈ ടൈമിലായിട്ട് എഞ്ചിൻ ഓടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
അവൻ പറയുന്നുണ്ട് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല 3 കിങ്ഡംസും ഒരുമിച്ച് യൂണിഫൈ ചെയ്യാൻ പോകുന്ന കാര്യം. ഈ സമയത്ത് ആർത്തർ മനസ്സിലാലോചിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതെല്ലാം കൂടെ ആ ഒരു ഗിഡിയൻ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് തന്നെയായിരിക്കും. ചിലപ്പോൾ ഒരു പുതിയ നേഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് അത് 3 കിങ്ഡത്തിനും ഒരേപോലെ പ്രശ്നമല്ലേ. ആ സമയത്ത് വിൻസെന്റ് പറയുന്നത് അതൊക്കെ അവിടെ കിട്ടെ, പക്ഷെ നിങ്ങൾ സ്പോയിലാകാൻ പാടില്ലെന്ന് പറഞ്ഞ നേരത്താണ് പെട്ടെന്ന് വിൻസെന്റ് ഞെട്ടിയത്. ഇവരാട്ടെ വിൻസെന്റ് നോക്കിയ സ്ഥലത്തേക്ക് നോക്കാൻ നേരത്ത് ദൂരത്ത് ഒരുത്തൻ്റെ ചവിട്ടുവാണ്. അവനെ ചവിട്ടി നിലത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും ഞാൻ നിന്നോട് മര്യാദക്ക് പറഞ്ഞു, നീ അതെല്ലാം മാറ്റാൻ നോക്ക്. നിന്റെ ആ ഒരു മാന, ആ ഒരു പ്രൊട്ടക്റ്റീവ് മാന മാറ്റിക്കഴിഞ്ഞാൽ നീ ഞങ്ങൾ വെറുതെ വിടാം. പക്ഷെ അവൻ അല്ല, അത് ഞാൻ മാറ്റത്തില്ലെന്ന് പറയുന്നത് വീണ്ടും അവനെ കേട്ട് ഉപദ്രവിക്കുവാണ്. ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ ആ വടി കൊണ്ട് അവനെ തല്ലാൻ പോയപ്പോൾ ഏജനായിട്ട് പെട്ടെന്ന് അവന് ഉന്തി മാറ്റുന്നുണ്ട്. അല്ല നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ആ സമയത്ത് അവൻ പറയുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ല നിനക്ക് എത്ര ധൈര്യം ഉണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നു പറയുന്നത്. പെട്ടെന്ന് ഏജൻ്റെ കരണം നോക്കി അവൻ അടിക്കുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു ചെയ്യും നിനക്കെത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ എൻ്റെ നേരെ അങ്ങനെ ചെയ്തത്. ഇത് കാണുന്ന വിൻസെന്റ് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഗാർഡ്സിനെ വിളിക്കാമെന്ന് പറയുന്നത് പെട്ടെന്ന് ആർത്തർ അവൻ്റെ കയ്യെ കയറി പിടിക്കുന്നുണ്ട്. അങ്കിൾ വിൻസെന്റ് വേണ്ട ആർത്തർ നീ എന്താണ് പറയാനെന്ന് ചോദിച്ചോട് തിരിഞ്ഞ് ആർത്തറിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ വിൻസെന്റ് ഒന്ന് പേടിച്ചു പോയി. ഈ സമയത്തട്ടെ അവരെല്ലാവരും കൂടെ എജിനെ പിന്നെ അവൻ്റെ കൂടെ ഉണ്ടെന്ന ആ ഒരു പയ്യനെ കളിയാക്കുന്നുണ്ട്. എജിൻ പറയുന്നുണ്ട് വേണ്ട ഇപ്പം മാജിക് യൂസ് ചെയ്യണ്ട, ഇപ്പം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പ്രശ്നമായിട്ട് മാറും. ആ ടൈമിലാണ് എജിൻ്റെ മേത്തുള്ള ആ ഒരു ചിഹ്നം ശ്രദ്ധിക്കുന്നത്. സോ നീ ഒരു ഡാർക്ക് കിങ്ഡത്തിൽ നിന്നുള്ള ഒരാളാണല്ലേ. എന്നിട്ട് പെട്ടെന്ന് അവൻ മുടിയെ പിടിച്ച് അവൻ പൊക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും അല്ല നിനക്കൊന്ന് ഇവിടെ വരാനുള്ള അധികാരം പോലും ഇല്ലല്ലെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തല്ലാൻ വേണ്ടി അവൻ്റെ കൈ ഓങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആ കമ്പിയിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. അവനിട്ട് തിരിഞ്ഞ് നോക്കുന്നത്. തിരിഞ്ഞു നോക്കാറത് നമ്മുടെ ആർത്തറായിട്ട് ഒരു വടി കഷ്ണം എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അല്ല ഇതെന്താണ് അടുത്തൊരുത്തൻ വന്നോ? അതെന്തായാലും കൊള്ളാം, ഇവനെയും കൂടെ നമുക്ക് ഈ കളിയിൽ കൂട്ടിയേക്കാം. ആ സമയത്ത് ആർത്തർ ആ ഒരു വടിയും പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെന്തായാലും നന്നായി, ഞാനും എന്തായാലും ഈ ഒരു കളിയിൽ പങ്കെടുക്കാൻ വരുവാണ്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് ഗൈസ്. ഇത് മാത്രമല്ല നമ്മൾ ഓൾറെഡി വൺ പീസ് സോളോ ലെവലിംഗ് ഗാച്ചിയെക്കൂടെ ഇങ്ങനെ പല സീരീസും ചെയ്യുന്നുണ്ട്. സോ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്ക്.